ഹലോ ഗായ്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയണ്ടേ, ഞാൻ വെറുതെ ഇരുന്നപ്പോൾ സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫേസ് വാഷ് ഒക്കെ ഇട്ട് മുഖം കഴുകി കഴിഞ്ഞപ്പോഴാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കിയത്. എന്താ നമ്മുടെ ടോണറില്ലേ, റോസ് വാട്ടറാണ് ഞാൻ ഉപയോഗിക്കാറ്. അത് തീർന്നു പോയി, കുപ്പിയൊക്കെ തീർന്ന് കാലി ഇട്ടിരിക്കും. ചെയ്യുന്ന ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പുറത്ത് റോസാ ചെടി ഉണ്ട്. അപ്പം ഞാൻ എന്നിട്ട് ആ റോസാപ്പൂവിൻ്റെ ഇതടക്കം വലിച്ചു പറിച്ച് റോസ് വാട്ടർ ഉണ്ടാക്കി. പിന്നെ അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എന്തുകൊണ്ട് ഒരു ടോണറിനെ കുറിച്ച് വീഡിയോ ഇട്ടുവിടാൻ. കാരണം എന്താ, എനിക്ക് കുറച്ച് ടോണറുകളൊക്കെ ഉണ്ടാക്കാൻ അറിയാം. ആരാണ് നിങ്ങൾ? അപ്പം നിങ്ങൾക്ക് ആ വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വെച്ചു. എനിക്കൊരു കണ്ടന്റ് ആയി, നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു ഹെൽപ്ഫുൾ റെമഡി ആയി. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. കുറെ വളവളാന്ന് സംസാരിച്ച് ഈ വീഡിയോ അങ്ങോട്ട് നീട്ടണില്ല, ബോറടിപ്പിക്കണില്ല നിങ്ങളെ. വെറുതെ കണഗുണാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നമുക്ക് നേരെ വീഡിയോ എടുക്കുക. ഫസ്റ്റ് തന്നെ റോസ് വാട്ടറിൻ്റെ ടോണറാട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ കുറച്ച് റോസാപ്പൂവിൻ്റെ ഇതളുകൾ വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിക്കാം. തിളപ്പിച്ചതിന് ശേഷം അതിൽ വെള്ളം മാത്രം ഡ്രെയിൻ ചെയ്ത് മാറ്റിയിട്ട് ഒരു സ്പ്രേ ബോട്ടിലാക്കി ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമ്മുടെ ഫേസിൻ്റെ തിളക്കവും അത് ഫേസ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും സഹായിക്കും. സെക്കൻഡ് വന്നിട്ട് നമ്മുടെ കുക്കുംബർ ടോണറാട്ടോ, അഥവാ വെള്ളരിക്കയുടെ ടോണർ. ഇതിനും സെയിം മെത്തേഡ് തന്നെയാണ്. നമ്മുടെ വെള്ളരിക്ക അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളം ഡ്രെയിൻ ചെയ്ത് മാറ്റി ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമ്മുടെ മുഖത്തുള്ള ഇറിറ്റേഷൻ, ഇച്ചിനെസ്, അസ്വസ്ഥതകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. തേർഡ് വന്നിട്ട് നമ്മുടെ ഗ്രീൻ ടീ ടോണറാട്ടോ. ഇതിനായിട്ട് നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കുക, അതിലേക്ക് നമ്മുടെ ഗ്രീൻ ടീയുടെ ബാഗ് ഇടുക, നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം ഒന്ന് ചൂടാറാൻ വെച്ചതിന് ശേഷം നമുക്കത് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഇതിൽ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അത് നമ്മുടെ ഫേസിൻ്റെ യുവത്വം നിലനിർത്താൻ സഹായിക്കും. നമ്മളെപ്പോഴും യങ് ആൻഡ് യൂത്ത്ഫുൾ ആയിട്ടിരിക്കും കേട്ടോ. ഫോർത്ത് വന്നിട്ട് നമ്മുടെ ആപ്പിൾ സിഡർ വിനീഗറാണ്. ഇതിനായിട്ട് ആപ്പിൾ സിഡർ വിനീഗറും അതുപോലെ വെള്ളവും കൂടി എടുക്കുക. എന്നിട്ട് 1 റേഷ്യോ എന്ന രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ pH ലെവൽ നിലനിർത്താനും അതുപോലെ ഭംഗിയൊക്കെ വർദ്ധിക്കാനൊക്കെ സഹായിക്കും കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ കറ്റാർവാഴ ടോണറാണ്, അഥവാ അലോവേറ ജെല്ല്. നല്ല ശുദ്ധമായിട്ടുള്ള അലോവേറ ജെല്ല് എടുത്തിട്ടുണ്ടല്ലോ, നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് അടിപൊളിയായൊരു ടോണറാണ്. കാരണം നമ്മുടെ സ്കിന്നിൻ്റെ ഫേസിൻ്റെ ഹൈഡ്രേഷനൊക്കെ കൂട്ടാനും അതുപോലെ നമ്മുടെ സ്കിന്നിലുള്ള ഇറിറ്റേഷൻസൊക്കെ കുറയ്ക്കാനും പഫിനെസ്സൊക്കെ കുറയ്ക്കാൻ അടിപൊളിയാണ്. ലാസ്റ്റ് വന്നിട്ട് നമ്മുടെ നാരങ്ങയുടെ ടോണറാട്ടോ. ഇതിനായിട്ട് നാരങ്ങനീരും വെള്ളവും സെയിം എമൗണ്ടിലെടുത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ടോണറായിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ എക്സസ് ഓയിൽ റിമൂവ് ചെയ്യാനും അതുപോലെ ഫേസിനൊക്കെ ഒരു തിളക്കം വെക്കാനൊക്കെ സഹായിക്കും. ഗായ്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ സമയം ഉണ്ടെങ്കിൽ ആദ്യത്തെ വീഡിയോസും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. കാരണം ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടുള്ളൂ, ചാനൽ ഗ്രോ ആവുന്നുള്ളൂ. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് കുറേ പോരായ്മകൾ, മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് ക്ഷമിക്കണം. കൂടുതൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് സജസ്റ്റ് ചെയ്യാം എങ്ങനെ ഞാൻ ചെയ്യണം വീഡിയോസിനൊക്കെ ഉള്ള ഒരു സജഷനൊക്കെ നിങ്ങൾക്ക് തരാം കേട്ടോ. ഇത്രയുള്ളൂ ഗായ്സ്, ലവ് യു ആൻഡ് ബൈ.